വിധിവാചകം ഉടനെ നടപ്പിൽ വരുത്തുവാനായിരുന്നു അവരുടെ തുടർന്നുള്ള ശ്രമം. പട്ടാളക്കാർ ആ ചെമന്ന മേലങ്കി മാറ്റി സ്വന്തം ഉടുപ്പുകൾ അവിടത്തേക്ക് തിരിച്ചു കൊടുത്തു. സന്തോഷത്തോടു കൂടി തന്നെ ഭാരമേറിയ ആ കുരിശ് അവിടുന്ന് സ്വീകരിച്ചു. സഹനവും മരണവും ഇവയുടെ പ്രതീകമായിരുന്നു അത്. പക്ഷേ അതോടൊപ്പം തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ തിരുച്ചിത്തം നിറവേറ്റലും മനുഷ്യരുടെ ആത്മാവുകളെ രക്ഷിക്കലുമാണത്. വാത്സല്യത്തോടെ ഈശോ അത് തോളിലേറ്റി. ആദ്യം കാൽവരി മലയിലേക്ക് നീങ്ങിയത് ഒരു ചെണ്ടക്കൊട്ടുകാരനാണ്. വഴി ഒഴിവാക്കാൻ പോയതാണവൻ. വിധി നടത്താൻ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് കുറ്റവാളികളെയും കൊണ്ടുള്ള ഈ യാത്രയ്ക്ക് മുൻപിൽ നടന്നത്. അയാൾ കുതിരപ്പുറത്തായിരുന്നു സഞ്ചരിച്ചത്. പിന്നാലെ കാലാൾ പട്ടാളം ആയിരുന്നു. കൗൺസിൽ അംഗങ്ങൾ ക്രിസ്തുവിൻ്റെ അടുത്ത് പിന്നിൽ ആയിരുന്നു. തൂക്കിക്കൊല്ലാനുള്ള മറ്റു 2 കുറ്റവാളികളും ഉണ്ടായിരുന്നു ക്രിസ്തുവിനൊപ്പം. തികച്ചും നിരപരാധിയായ തങ്ങളുടെ ഇരയുടെ അതികഠിനമായ കഷ്ടപ്പാടും വേദനയും വർദ്ധിപ്പിക്കാനായിരുന്നു ആ ശത്രുക്കളുടെ പൈശാചികമായ ആശ. വഴിക്കിരുവശങ്ങളിലും പുറകിലുമായി യേശു കുരിശും പേറി നടന്നു പോകുന്ന രക്തപങ്കിലമായ ഈ കാഴ്ച കാണാൻ അസംഖ്യം ജനങ്ങളും കൂടിയിരുന്നു. കാൽവരി മലയിലേക്ക് ദൂരം അധികമില്ല. ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കുത്തനെ ഒരു കയറ്റം കയറിയാൽ മലയായി. ഈശോ പരിക്ഷീണനായിരുന്നു. കുരിശ് വളരെ ഭാരം കൂടിയതും. അതുകൊണ്ട് പലവട്ടം കർത്താവ് വഴിക്ക് വീണു. വഴിക്ക് വെച്ച് അവിടുന്ന് മരിച്ചുപോയെങ്കിലോ എന്നായി പട്ടാളക്കാർക്ക് ഭയം. അതിനാൽ വഴിയെ പോയ ഒരാളോട് ആ കുരിശൊന്ന് താങ്ങിക്കൊടുക്കുവാൻ അവർ പറഞ്ഞു. സൈമൺ എന്നായിരുന്നു അയാളുടെ പേര്. അലക്സാണ്ടറുടെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു അയാൾ. ആദ്യം സൈമൺ മനമില്ലാ മനസ്സോടെയാണ് കുരിശ് താങ്ങിയത്. പക്ഷേ തെല്ലങ്ങ് നടന്നപ്പോൾ അയാൾക്ക് ആധ്യാത്മികമായ വെളിച്ചം കിട്ടിക്കാണണം. തൽഫലമായി സ്നേഹത്തോടും അനുകമ്പയോടും കൂടിയായിരുന്നു സൈമൺ ആ കുരിശ് താങ്ങി നടന്നത്. പീഡിതനായ മനുഷ്യൻ്റെ ഈ യാത്ര കണ്ടവർക്കെല്ലാം അവിടുത്തോട് വെറുപ്പല്ലായിരുന്നു. വഴിനീളെ സ്ത്രീകൾ ലജ്ജയോ ഭയമോ കൂടാതെ വാവിട്ട് കരഞ്ഞു. ഈശോ തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് സംസാരിച്ചു. ജെറുസലം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയരുത്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി കരയുക. പ്രവാചകന്റെ വാക്കുകളാണ് അവിടുന്ന് പിന്നീട് ഉച്ചരിച്ചത്. ജെറുസലേമിൻ്റെ നാശത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വരവ് കാണാതിരിക്കത്തക്ക വിധത്തിൽ മനഃപൂർവ്വം കണ്ണടച്ച ജെറുസലേമിലെ ജനങ്ങളുടെ നാശത്തെപ്പറ്റിയും അവിടുന്ന് തുടർന്നു പറഞ്ഞു. ജെറുസലേം നഗരത്തിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ യാത്ര കുന്നിനടുത്തെത്തി. വേദനയോടുകൂടി സാവധാനത്തിൽ ഈശോ ആ കുന്നു കയറി. വധസ്ഥലത്തെത്തി. കുരിശുമരണത്തിൻ്റെ സമയമെടുത്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യർ കുന്നിൻ്റെ മുകളിലെത്തിയപ്പോൾ പട്ടാളക്കാർ അവർക്ക് മീറ ചേർത്ത ഓരോ കോപ്പ വിഞ്ഞു കൊടുത്തു. അത് കുടിച്ചാൽ ലഹരി കൊണ്ട് ആർക്കും ശാരീരിക പീഡകൾ അത്യധികം അനുഭവപ്പെടുകയില്ല. പക്ഷേ ഈശോ അത് കുടിച്ചില്ല. അവർ കുറ്റവാളികളുടെ മേൽവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. പിന്നീടാണ് ഭയാനകമായ ആ നാഴിക എത്തിച്ചേർന്നത്. കാലുകളും കൈകളും മരക്കുരിശിൽ ചേർത്ത് വെച്ച് അവർ ആണിയടിച്ചു. യഹൂദന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ എന്നൊരു മരപ്പലകയും എഴുതി തലയ്ക്ക് മുകളിലായി കുരിശിന്മേൽ പട്ടാളക്കാർ തറച്ചുറപ്പിച്ചു. തൻ്റെയും മറ്റു 2 കള്ളന്മാരുടെയും കുരിശുകൾ നിവർത്തി നേരത്തെ തയ്യാറാക്കിയിരുന്ന കുഴികളിൽ നാട്ടി. ഈശോ അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്കായി 2 കള്ളന്മാരുടെ നടുവിൽ തൂങ്ങിക്കിടന്നു. അവസാനം ഈശോ ലജ്ജാകരമായ മരക്കുരിശിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഫരിസേയർക്കും മറ്റു പ്രമാണിമാർക്കും സന്തോഷമായി. പട്ടാളക്കാർ അവരുടെ ജോലി കഴിഞ്ഞ് അകലേക്ക് മാറിയപ്പോൾ നേതാക്കന്മാർ അടുത്തേക്ക് വന്നു. അവർ ക്രിസ്തുവിനെ നോക്കി അധിക്ഷേപിക്കാൻ തുടങ്ങി. നീ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരൂ. 3 ദിവസം കൊണ്ട് ദേവാലയം നശിപ്പിച്ചിട്ട് വീണ്ടും പണിയുക. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, പക്ഷേ ഇവനെ താൻ രക്ഷപ്പെടാൻ കഴിവില്ല. സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ക്രൂശിതരായ കള്ളന്മാർ ജനക്കൂട്ടത്തോടൊപ്പം തൂങ്ങപ്പെട്ട് കിടക്കുന്നവനെ കളിയാക്കുകയായിരുന്നു. പക്ഷേ ഈശോയുടെ വലതുവശത്ത് തൂങ്ങിയ കള്ളനൊരു മാറ്റമുണ്ടായി. രാജാവ് എന്ന് പറയപ്പെട്ട ആ മനുഷ്യനോട് ഒരു ബഹുമാനം അയാൾക്കുണ്ടായി. അനുഗ്രഹത്തിൻ്റെ സ്പർശം ലഭിച്ച അവൻ സ്വന്തം രാജ്യത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഓർക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. ഓർക്കുക മാത്രമല്ല, പർദീസായിൽ തന്നെ ഈശോ അവന് വാഗ്ദാനം ചെയ്തു. ഭൂമിയിൽ ഉച്ചയ്ക്ക് ഇരുട്ട് വ്യാപിച്ച പോലെ അവിടെയെല്ലാം പെട്ടെന്ന് ഇരുണ്ടു. കുറേശ്ശെ ആളുകൾ നിശബ്ദരായി പിരിയാൻ തുടങ്ങി. ചിലർ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് പോയത്. കാൽവരി കുന്നിൻ്റെ മുകളിൽ വല്ലാത്തൊരു നിശബ്ദത വ്യാപിച്ചു. മാതാവും വിശുദ്ധ യോഹന്നാനും മറ്റു സ്ത്രീകളും തെല്ലകലെ ഈ ബഹളത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവർ അടുത്ത കുരിശിൻ്റെ അടിയിലായി വന്നു നിന്നു. അമ്മയെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, അമ്മേ, ഇതാ അവിടുത്തെ മകൻ. യോഹന്നാനോട് ഈശോ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അത്യുഗ്രമായ വേദനയുടെ ഭയാനകമായ നിമിഷത്തിനിടയ്ക്ക് ഈശോ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? 3 മണിക്കൂറുകൾ കഴിഞ്ഞു. തൻ്റെ പങ്കപ്പാടിൻ്റെ അവസാനമായി. തൻ്റെ മഹനീയമായ രക്ഷാകര കർമ്മം ലോകരക്ഷകൻ നിർവഹിച്ചു. എല്ലാം നിറവേറി എന്നവിടുന്ന് തിരുവായി മൊഴിഞ്ഞു. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ നിലവിളിച്ച ശേഷം അവിടുന്ന് തല ചായ്ച്ചുകൊണ്ട് മൃതിയടഞ്ഞു.
രക്തപങ്കിലമെങ്കിലും വിജയകരമായ കാൽവരിയിലെ ബലി അവിടുന്ന് നിറവേറ്റി.